സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു വഫാത്ത് എടുത്തപ്പോ ആരോ ചോദിച്ചു, നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ സ്ഥാനത്ത് ആരാണ്? നിങ്ങളെ മെമ്പറിൽ വഅദ് പറയൽ ആരാണ്? 400-ലധികം മുരീദുകളുണ്ട്, ശിഷ്യന്മാരുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അത് സാദിദിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാൾ മുസ്ലിം അല്ല, അയാളൊരു ബഹുദൈവ വിശ്വാസി. അയാളാണ് എന്റെ ശേഷം വഅദ് പറയേണ്ടത്. സാദിദിൽ. എന്നിട്ട് ആ രോഗത്തിൽ കിടക്കുന്ന ശൈഖ് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു കണ്ണെന്ന് തുറന്നു. എന്നിട്ട് പറഞ്ഞതാണ്, സാദിദിലായിരിക്കും. ആളുകൾ വിചാരിച്ചു അസുഖമുള്ളത് കൊണ്ട്, രോഗം അടുത്ത അസുഖമാണ്, അതുകൊണ്ട് ശരിക്ക് മനസ്സ് ക്ലിയർ ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. 400ഓളം മുരീദന്മാര് വേറെ വലിയ ആലിമീങ്ങളുണ്ട്, പിന്നെ എങ്ങനെ ഒരു മുശരിക്കിനെ അതൊരു നിശ്ചയിക്കുക? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ തർക്കമൊക്കെ അവിടെ വെച്ചിട്ട് അയാൾ ഇങ്ങോട്ട് വിളിക്കുന്നു. അടുത്തു വന്നു. ശൈഖ് അവറുകൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ മരിച്ച് 3-ാമത്തെ ദിവസം എന്റെ സ്റ്റേജിൽ നീ കയറണം, എന്റെ സ്ഥാനത്ത് ഇരിക്കണം, ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കണം. ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം അവിശ്വാസിയാണ്, അദ്ദേഹത്തിന് രുദ്രാക്ഷമാല പോലെ മാലുണ്ട്, ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. ഇയാളോടാണ് ഞാൻ മരിച്ച് 3-ാമത്തെ ദിവസം എന്റെ സ്ഥാനത്ത് ഇന്ന് വഅദ് പറയണമെന്ന്. മരണപ്പെട്ട് 3-ാമത്തെ ദിവസമായി. ളുഹറിന് ശേഷം കുറെ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. അങ്ങനെ അദ്ദേഹം അതേ നിലക്ക് തന്നെ വന്നു. അദ്ദേഹം സ്റ്റേജിൽ കയറി. ആളുകളൊക്കെ ഇങ്ങനെ നോക്കുക, ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നു? അദ്ദേഹത്തിന്റെ തലയിൽ അദ്ദേഹത്തിന്റെ മതത്തിന്റെ ചിഹ്നമായ തൊപ്പിയൊക്കെ ഉണ്ട്. അദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞു, സയ്യിദുക്കും അർസലനി ഇലൈക്കും, നിങ്ങൾ നേതാവായി ശൈഖായി അംഗീകരിച്ച മഹാൻ നിങ്ങളിലേക്ക് എന്നെ പറഞ്ഞയച്ചതാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സമയമായാൽ നിന്റെ ആ മതത്തിന്റെ ചിഹ്നമായ തൊപ്പി നീ അഴിക്കണം, എന്നിട്ട് നീ എന്റെ ആളുകൾക്ക് ഉപദേശം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഞാനിപ്പോൾ എന്റെ ഈ തൊപ്പി മാറ്റിവെക്കുകയാണ്, എന്റെ രുദ്രാക്ഷമാല മാറ്റിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൈയിങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലി. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങളോട് സംസാരിക്കാൻ ശൈഖ് അവറുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശൈഖ് പറഞ്ഞതിനെതിരെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഹ്യമായ ഇതുവരെയുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും മാറ്റിവെച്ചു. ഇനി നിങ്ങൾ അതാ എന്നോട് കൂടെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടണം എന്നുണ്ടോ? എന്നാൽ നിങ്ങളെ മനസ്സിലുള്ള അനുഭവപ്പെട്ടേക്കും. ഇതുകൊണ്ടായിരുന്നു ഇതേ മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അംർ ഇബ്നുൽ ലൈസാണ് ഭരണാധികാരി. അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, എഴുന്നേറ്റ് പോകാൻ പോലും കഴിയില്ല. അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്നവരുടെ വിഷയത്തിലാണ് ദുആക്ക് ഇജാബത്ത് ലഭിക്കുക. തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവന് വേണ്ടിയുള്ള ദുആക്കാണ് ഉത്തരം ചെയ്യുക. നിങ്ങൾ കുറെ നിരപരാധികളായ ആളുകളെ ജയിലിലടച്ചിട്ടുണ്ട്. നിരപരാധികളെ ജയിലിലിട്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല. അംർ ഇബ്നുൽ ലൈസ് ഉടനെ തന്നെ അല്ലാഹുവിനോട് തൗബ ചെയ്തു. ജയിലിലടച്ച മുഴുവൻ ആളുകളെയും വിട്ടയച്ചു. അപ്പോൾ സഹ്ൽ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദുആ, ഇലാഹി കമാ അറൈതഹു ദുല്ല മഅസിയതിഹി, അദ്ദേഹം തെറ്റ് ചെയ്തപ്പോൾ അതിനാലുള്ള നിന്ദ്യത ഈ ഭരണാധികാരിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹം നിനക്ക് വഴിപ്പെട്ടതിന്റെ
ഇസ്സത്തും നീ ഒന്ന് കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിന് തൗബയുടെ വസ്ത്രം നീ അണിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആഫിയത്തിന്റെ വസ്ത്രവും അണിയിക്കണേ. ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് അംർ ഇബ്നുൽ ലൈസിന്റെ രോഗം മാറി എഴുന്നേറ്റിരുന്നു പോയി. വലിയ ധനം അംർ ഇബ്നുൽ ലൈസ് സമ്മാനമായി കൊടുത്തു. പക്ഷേ അത് തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കാതെ വരുമ്പോ ശിഷ്യന്മാരിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അല്ലയോ ശൈഖ് അവറുകളെ, അതിങ്ങ് വാങ്ങിയാൽ കടം വീട്ടിക്കൂടായിരുന്നോ? അപ്പോൾ പറഞ്ഞു, എടോ നോക്കൂ, നീ അങ്ങോട്ട് നോക്കൂ. നോക്കിയപ്പോൾ പർവ്വതവും മരുഭൂമിയുമൊക്കെ ആകയാൽ സ്വർണവും മുത്തുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മങ്കാനല്ലാഹു മഅഹു കമാ തറാ, ഇപ്പോൾ നീ കാണുന്നത് പോലെ അല്ലാഹു ജല്ല ജലാലുഹു ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തു കൊടുക്കുന്ന വിധം ഒരാളുടെ കൂടെയുണ്ടെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് സ്വീകരിക്കേണ്ടതില്ലല്ലോ.